ഇതൊരു സ്പെഷ്യൽ ആണ് ഇവിടുത്തെ ബെറി സ്റ്റാർട്ട് ആണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട് കണ്ടുകൊടുത്തോ? നന്നായിട്ടുണ്ട്. ആരോടും പറയണ്ടാവാ വിട്ടു. ഹിന്ദിയിലാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഫെബ്രുവരി 14 ആണ് കേട്ടോ. അപ്പൊ ചുമ്മാ ഒരു ഷോക്ക് ചുമന്ന ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞങ്ങളിത് ഇപ്പൊ ഒരു ഡിന്നർ കഴിക്കാൻ പോവാട്ടോ. ഇവിടെ ഉള്ള ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ് ആണ്. പേരെന്തായിരുന്നു? ബാവർച്ചി ഇന്ത്യൻ റെസ്റ്റോറന്റ്. ബാവർച്ചി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്. അവിടെ റൂഫ് ടോപ്പ് ഡിന്നറിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. ആ ഒരു റെസ്റ്റോറന്റ് നിൽക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഈ ടാക്സി വന്നു. ഈ ഒരു റെസ്റ്റോറന്റ് വരുന്നത് ബാങ്കോക്ക് സുഖുംവിറ്റ് 11-ലാണ്. ആൻഡ് ഈ സൈഡിൽ കാണുന്നത് എംസ്പിയോർ എന്ന് പറയുന്ന ഷോപ്പിംഗ് മോൾ ആണ്. ഒരു അടിപൊളി ഷോപ്പിംഗ് മോൾ ആണ് കേട്ടോ. അതിന്റെ ഫ്രണ്ടിൽ ഈ ഡെക്കറേഷൻസ് കണ്ടോ? ഇത് ചൈനീസ് ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഇപ്പോ ട്രാഫിക്കിൽ കിടക്കുവാണേ. അപ്പൊ ഇനി തിരിച്ചു വന്നിട്ട് രാത്രി കാണാനുള്ള സിനിമ ChatGPT കൊണ്ട് സെർച്ച് ചെയ്ത് എടുപ്പിച്ചോണ്ടിരിക്കുക. ലേറ്റസ്റ്റ് OTT റിലീസൊക്കെ എടുത്തോണ്ടിരിക്കുക. എന്നിട്ട് നോക്കിയപ്പോൾ കുറേയൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കേട്ടോ. നമ്മളെല്ലാ വീക്കെൻഡും ഏതെങ്കിലും ഒരു സിനിമ കാണും. ഇന്നലെ നമ്മൾ എന്തായിരുന്നു കണ്ടത്? ഇന്നലെ എന്തോ പണി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു ഇന്നലെ. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സുമതി വളവാ കേട്ടോ. കാരണം അത് ഇതുവരെ കണ്ടില്ല. സർവമായൊക്കെ ഓൾറെഡി കണ്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയോ ആണ് ആ കട. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. നമ്മൾ ദരിയാഗഞ്ച് ഇവിടെ ആണല്ലോ വി. ആ, ഈ ദരിയാഗഞ്ച് എന്ന് പറയുന്ന വേറൊരു റെസ്റ്റോറന്റ് ആണേ. അല്ല, ഇത് ദരിയാഗഞ്ചാ. നമ്മൾ ദരിയാഗഞ്ച് വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അടിയിലേക്ക് പോയി കണ്ടോളൂ. ഇത് വേറെ ദരിയാഗഞ്ചാണ്. ദിസ് ഈസ് നോട്ട് ദി ഒറിജിനൽ വൺ. ഓ, എങ്ങോട്ടാ പോകണ്ടേ? മങ്കി പോപ്പ് ഗാർഡൻ ബാർ. ഇന്ന് നമ്മൾ വേറൊരു ഹോട്ടലിൽ നോക്കിയായിരുന്നു. ഈ പറഞ്ഞ ദരിയാഗഞ്ചിൽ ബുക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ സ്ലോട്ട് ഫുള്ളായിരുന്നു കേട്ടോ. അയ്യോ, ടാക്സി ചേട്ടൻ ഞങ്ങളെ ചതിച്ചോ? കട കാണുന്നില്ലല്ലോ. ഇറങ്ങാൻ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. കട എവിടെ? ഭയങ്കര ട്രാഫിക്കാണ്. അതുകൊണ്ടാണ് പുള്ളി അവിടെ ഇറങ്ങാവോന്ന് ചോദിച്ചത്. ഞങ്ങൾ പിന്നെ അനുസരണയുള്ള പിള്ളേരായതുകൊണ്ട് ഞങ്ങളങ്ങ് ഇറങ്ങി. നമ്മൾ എത്തി. ഇതാണ് കേട്ടോ ബാവർച്ചി. ഓ, ഇത് സോളിറ്റയർ എന്ന് പറയുന്നൊരു ഹോട്ടലാണേ. അതിനകത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കട ബാവർച്ചി. നമ്മൾ ഈ ബാവർച്ചിയിൽ വേറെ എവിടെയോ പോയിട്ടുണ്ടായിരുന്നല്ലോ. എവിടെയായിരുന്നു? ഫുക്കറ്റിലുള്ള ബാവർച്ചി റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട് കേട്ടോ. കയറട്ടെ? ഇത് അടയില്ലേ? അബി ഇറങ്ങാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി. റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ ബാവർച്ചി വരുന്നത്. മീൻസ് ബാങ്കോക്കിലുള്ള ബാവർച്ചിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേങ്കിലും ഈ സെയിം ബാവർച്ചിയുടെ റെസ്റ്റോറൻറ്റ് ഫുക്കറ്റിലുണ്ട്. അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അല്ല, അബി പുറത്തുനിന്ന് വിളിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോട്ടെ. ഇതുവഴി അല്ല കേട്ടോ പോവേണ്ടേ. അത് ശരി. അപ്പോൾ ഇതുവഴിയാണ് കേട്ടോ ബാവർച്ചിയിലോട്ട് കയറേണ്ടത്. നമുക്ക് വഴി തെച്ചിപ്പോയി. ഇത് ഈ ഹോട്ടലിൻ്റെ റിസപ്ഷനിലൂടെയാണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. ഇത് നല്ല ഹോട്ടലാണല്ലോ. ഇതിൻ്റെ റേറ്റ് നോക്കണമല്ലോ. സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യണ്ടേ? താങ്ക് യു. Reservation, sir? 16? Yes, 16. Reservation? Yes, Okay. yes. അപ്പോൾ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഈ ഫ്രണ്ടിലൊരു ഹാർട്ടൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു ബൊക്കയും ഹാർട്ടും ഒക്കെ. അപ്പോൾ അകത്തേക്ക് കയറട്ടെ. അകത്തേക്ക് കയറുമ്പോൾ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഇത് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. എന്താ സെറ്റപ്പ് എന്ന് അറിയത്തില്ല, നോക്കാം. താങ്ക് യു. അപ്പൊ ലൈറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് അവരുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എന്തോ മെനു ആണ്. ബുഫേ പോലെ എന്തോ ആണ്. പക്ഷേ ടേബിളിൽ സെർവ് ചെയ്യും. അങ്ങനത്തെ ടേബിൾ ബുഫേ ആണ്. ഞങ്ങൾ പക്ഷെ അത് ചൂസ് ചെയ്യുന്നില്ല കേട്ടോ. അല്ലാതെ അലാക്കാട്ട് മെനു ആണ് നോക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതേ ഞങ്ങളുടെ ഡ്രിങ്ക്സ് എത്തിയിട്ടുണ്ട്. ഇതെന്താണ് ഓർഡർ ചെയ്തത് നിങ്ങൾക്ക് പറയാമോ? ഇത് എൻ്റെ ഡ്രിങ്ക് ആണ് കേട്ടോ. പിന്നെ അത് അബി ആസ് ഓൾവേസ് കോക്ക് സീറോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അബി എവിടെ പോയാലും കോക്ക് സീറോ ആണ് കേട്ടോ ഓർഡർ ചെയ്യാറ്. അപ്പോൾ എൻ്റെ ഡ്രിങ്ക് എന്താണെന്ന് ഗസ് ചെയ്യൂ, കമൻറ്റ്സ് കാണട്ടെ. അപ്പോൾ ഇനി ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ നല്ല കത്തിയുമാണ് കേട്ടോ. ഇവിടുത്തെ ഡിഷസിനൊക്കെ അത്യാവശ്യം റേറ്റും ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞേക്കുക. പിന്നെ ഇത് പ്ലേറ്റ്സ് ഒക്കെ കണ്ടോ, നല്ല അടിപൊളി പ്ലേറ്റ് അല്ലേ, ഒരു എന്താ പറയുക മറ്റേ രംഗോളി ഇട്ട പോലത്തെ ഒരു പ്ലേറ്റ് ആണ്. പിന്നെ ഇത് ഇവിടെ ലൈവായിട്ട് മ്യൂസിക് ബാൻഡൊക്കെ ഉണ്ട്. മ്യൂസിക് ബാൻഡ് അല്ല, ഒരാളെന്തോ പാട്ട് പാടുന്നുണ്ട്. പുള്ളി വന്ന് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. സോ പുള്ളി പെർഫോമൻസ് തുടങ്ങുമ്പോൾ അതിൻ്റെ വിഷ്വൽസും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത സ്റ്റാർട്ടേഴ്സ് വന്നു. അതിനകത്ത് ഒരു ചാട്ട് ഐറ്റം പറഞ്ഞായിരുന്നു, പിന്നെ ഒരു ഗ്രിൽഡ് ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ചാട്ട് ഐറ്റം ഇതൊരു സ്പെഷ്യലാണ് ഇവിടുത്തെ, അതായത് ബെറീസ് ചാട്ടാണ് കേട്ടോ ഇത്. ആൻഡ് ഈ ഒരു സംഭവം ഞങ്ങൾ നേരത്തെ ഫുക്കറ്റിലുള്ള ബാവർച്ചിയും ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ. സോ നിങ്ങൾ ആരെങ്കിലും ബാവർച്ചി പോകുന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നല്ല യമ്മിയാണ് കേട്ടോ. കാരണം യൂഷ്വലി ഞങ്ങൾ ചാട്ട്സ് കഴിക്കുമ്പോൾ ഈ ബെറീസ് ചാട്ട് എവിടെയും കണ്ടിട്ടില്ല. ഇത് ഇവരുടെ ഒരു എപ്പിക് ആയിട്ടാണ് കേട്ടോ. സോ ഡു ട്രൈ. അതിനൊരു പിങ്കിഷ് കളറൊക്കെ ഉണ്ട് കണ്ടോ, ഒരു ബെറീസിന്റെ എന്തോ ഒരു സിറപ്പാന്ന് തോന്നുന്നു അവർ ചേർക്കുന്നത്. പക്ഷേ എങ്കിലും നല്ല യമ്മിയാണ് കേട്ടോ. ചുമ്മാ പറയുന്നല്ലേ, മസ്റ്റ് ട്രൈ ആണ്. ഒരാവശ്യത്തിന് ഓർഡർ ചെയ്താൽ കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇനി കഴിച്ചിട്ട് മിക്കവാറും ബാക്കി വാട്സ് ചെയ്യേണ്ടി വരും തോന്നുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ചിക്കൻ ടിക്ക. നല്ലതായിരുന്നു. ഫുഡ് ടേസ്റ്റ് വൈസ് ഒക്കെ നല്ലതാണ്. കുറച്ച് കത്തിയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ മെയിൻ കോഴ്സിൽ ബട്ടർ ഗാർലിക് നാൻ, പിന്നെ കറി പറഞ്ഞത് ഇവരുടെ ഒരു ബാവർച്ചി സ്പെഷ്യൽ എന്തോ ഒരു തവ മസാല, ചിക്കൻ തവ മസാല എന്ന് പറയുന്ന ഡിഷാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതും എടുത്തു. അപ്പോൾ ആ ചിക്കൻ കറി അത് നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്തത് ഇനി ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യുവാണ്. ഇത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഫുഡൊക്കെ ക്വാണ്ടിറ്റി വൈസ് ഇത് ഫൈൻ ഡൈനിങ് ആയിട്ട് തന്നെ ഭയങ്കര ക്വാണ്ടിറ്റി ഇല്ല. എന്നാലും ഞങ്ങൾ ബുഫേ ഓപ്റ്റ് ചെയ്തില്ലെങ്കിലും ബുഫേ പോലെ തന്നെ ഒരുപാട് ഡിഷസ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഓവറായിട്ടുണ്ട്. ബാക്കി ഇനി കൊണ്ടുപോകേണ്ടി വരും മിക്കവാറും. അപ്പോൾ സ്റ്റാർട്ടേഴ്സും കഴിച്ചു, ഒരു നാനും കഴിച്ചു, പിന്നെ റൈസും കഴിച്ചപ്പോഴേക്കും ഫുള്ളായി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവാട്ടോ. ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു. പിന്നെ വന്നിട്ടിപ്പോൾ ഒരു അറൗണ്ട് 2 hours ആയിട്ടോ. ഞാൻ ഫുൾ വിഷ്വലൊന്നും വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, കാരണം കുറച്ച് ഇങ്ങനെ പേഴ്സണൽ ടൈം ആയിട്ട് തന്നെ വെച്ചേക്കുക. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് മൊത്തത്തിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ബാക്കി വന്ന ഫുഡെല്ലാം കൂടെ ടേക്ക് അവേ ആയിട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഫുഡൊന്നും വേസ്റ്റ് ചെയ്തിട്ടില്ല. മലയാളത്തിൽ വായിക്കണം എന്നുണ്ടെങ്കിൽ ബാവറച്ചിന്ന് വായിക്കാം. എങ്ങനെയുണ്ട് എന്നെ കണ്ടുപിടുത്തം? നന്നായിട്ടുണ്ട്. ആരോടും പറയണ്ടാവാ വിട്ടു. ഹിന്ദിയിലാണെങ്കിൽ ബാവർച്ചി, മലയാളത്തിലാണെങ്കിൽ ബാവറച്ചി. ബാവറച്ചി ബാവറച്ചി അല്ല, കാക്കിറച്ചി എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മളിനി ടാക്സി ബുക്ക് ചെയ്യുവാണ്. ടാക്സി വരാൻ അപ്പോൾ ഈ ടാക്സി വന്നു. നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് ബാങ്കോക്ക് കാഴ്ചകൾ കണ്ടോളൂ. കുറച്ച് നൈറ്റ് വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ.